ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിൽ എല്ലാവർക്കും സുഖമല്ലേ, സേഫ് അല്ലേ? എനിക്കും സുഖം തന്നെയാണ്, സേഫാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, പുറത്തൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു, ഇനി നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ CC ക്രീമാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. ക്രീം എടുത്തിട്ടുണ്ട്. ഇത് കുറേ ഒന്നും എടുക്കണ്ട, നമുക്ക് കുറച്ചെടുത്താൽ മതി. ഓവറായിട്ടൊന്നും ഒരുങ്ങി പോകുന്നില്ല, ജസ്റ്റ് ഒന്നൊരു എന്താ പറയുക, ചെറിയൊരു മേക്കപ്പ് ലുക്ക്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കുറേശ്ശെ നമ്മളിങ്ങനെ ഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിങ്ങനെയാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാറുള്ളത്, ഡോട്ടാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു നല്ലൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഈ ഒരു കല വന്നിട്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ അടുക്കളപ്പണിയിലായ സമയത്ത് അവിടുന്ന് കടുകെട്ടെന്തോ പൊട്ടിത്തെറിച്ചതാണെന്നുള്ളത്. എൻ്റെ മുന്നിൽ നിന്ന സമയത്ത് അങ്ങനെ എന്തോ ഒരു പാടാണ്. ഓക്കെ, പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗത്തുകൂടെ ചെറിയ രീതിക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഫൗണ്ടേഷൻ ആണെങ്കിലും എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുകൂടെ ഒന്ന് ഇതേപോലെ യൂസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുകൂടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ചെറിയ രീതിക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നെക്കിൻ്റെ കളറ് വേറൊരു കളറും മുഖത്തിൻ്റെ കളറ് കുറച്ച് ബ്രൈറ്റനായുള്ള കളറായി പോവും. ഓക്കെ, അപ്പം ഇനി ഇതേപോലൊരു ബ്ലെൻഡർ യൂസ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത് തന്നെ കണ്ണാടി ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ, പിന്നെ ഇവിടെ അടുത്ത് തന്നെ കണ്ണാടി ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മേക്കപ്പ് നന്നായിട്ട് വരണ്ടേ. എനിക്ക് ഈ ഫോൺ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയൂടെ നോക്കണത്. അപ്പോൾ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, സ്റ്റോക്ക് ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടില്ലേ, ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ബ്രൈറ്റനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്. ഇത് മാത്രം മതി നമുക്ക് പുറത്തേക്കൊക്കെ അണിഞ്ഞൊരുങ്ങി പോകാനായിട്ട് കേട്ടോ. ഈ ഒരു CC ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മാർസിൻ്റെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നത്. ആ മാർസിൻ്റെ ഐബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ബ്രൗൺ അല്ല, ഒരു ഗ്രേ ഷെയ്ഡാണ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഗ്രേ ആണ് നന്നായിട്ട് ചേരുക. കാരണം ഗ്രേ ആവുമ്പം നമുക്ക് ഒരു ഗ്രേ കളർ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ പിരികം നന്നായിട്ടൊന്ന് തിക്കായിട്ട് തോന്നും. ഓക്കെ, അധികം ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, ഗ്രേ കളർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാനിതാ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഐബ്രോ ബ്രഷ് എടുക്കുക കേട്ടോ. ഐബ്രോ ഫില്ലിംഗ് ബ്രഷ് എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ രണ്ടിൻ്റെയും തെറ്റത്ത് കൂടെ ഒന്ന് എഴുതി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഐബ്രോസിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് തുടക്കത്തുനിന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഐബ്രോസ് എഴുതി തുടങ്ങരുത്. ഐബ്രോസ് എഴുതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. തോനെ ഒന്നും നല്ല തിക്കായിട്ടൊന്നും എഴുതി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതേപോലെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐബ്രോസും
ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ രണ്ട് സൈഡിൻ്റെയും ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നത്തില്ല. ഓക്കെ, കണ്ടില്ലേ? ഇനി ഇതേപോലൊരു സ്പൂല് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിരികം നല്ല രീതിക്ക് അങ്ങ് നിന്നോളും. ഓക്കെ, ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, ശരിയായി. ഇനി വന്നിട്ട് ഐലൈനർ അതുപോലെ ഐ ഷേഡോ. അപ്പം നമുക്ക് ആദ്യം ഐ ഷേഡോ ഇട്ട് കൊടുക്കാം. ഷേഡോ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഐലൈനർ കൊണ്ട് കണ്ണെഴുതി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ഐ ഷേഡോ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഗിൽറ്റർ ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഗിൽറ്റർ ഷെയ്ഡാണ്. ഒരു ലൈറ്റ് കളർ എടുക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളറാണ് ഞാൻ ഐ ഷെയ്ഡോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഗിൽറ്റർ ഷെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഗിൽറ്റർ ഷെയ്ഡ് അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒരു കളറാണ്. ഓക്കെ, ഓക്കെ, ഇത്ര മതി. ഇനി ഞാൻ ചെയ്യുന്നത് ഐലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് കണ്ണെഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാജൽ വെച്ചിട്ട് ഞാൻ താഴെ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓവറായിട്ടൊന്നും എഴുതുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് താഴെ ഭാഗം ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് മാത്രം. കണ്ടില്ലേ? ഓക്കെ, ഓക്കെ. ഈ ഒരു ഐലൈനർ പെൻസിൽ വെച്ച് ഈ ഒരു ഐലൈനർ പെന്ന് പിന്നെ ഞാൻ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലെ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കണ്ണാടി നോക്കി എഴുതാവേ. നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചീക്കിൽ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. ഞാനിങ്ങനെ ഓക്കെ ഓക്കെ പറഞ്ഞ് ശീലമായി പോയിട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓക്കെ ഓക്കെ വരുന്നത്. ഓക്കെ, കണ്ടില്ലേ? പിന്നെയും ഓക്കെ വന്നു. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ പകുതി മേക്കപ്പ് കഴിഞ്ഞു. ഇനി ലിപ്പും കൂടെയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം വേണം ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ മാർസിൻ്റെ ലിപ്പ് ലൈനറാണ്. ഒന്ന് ലൈൻ ചെയ്യാം നമ്മൾ. ഓക്കെ, എന്നിട്ട് വേണം ലൈൻ ചെയ്തതിന് ശേഷം വേണം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് മാർസിൻ്റെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. കണ്ടില്ലേ? നല്ല ലിപ്സ്റ്റിക്കാണിത്. ഓക്കെ, ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നും. പിന്നെ ഇതെല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. വൈറലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. യൂട്യൂബിലൊക്കെ തന്നെ, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുള്ള ആളാണിത്. മാർസിൻ്റെ ഈ ഒരു ബോളിവുഡ് സർപ്രൈസ്, അതുപോലെ തന്നെ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കും. ഓക്കെ, രണ്ടും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് മസ്കാര കൂടി ഒന്ന് ഇടാനുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു മുടി എന്നോട് വിട്ടു പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് മസ്കാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് വിടർന്ന് നിൽക്കും. ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് പോവാം കേട്ടോ. നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് ഇങ്ങനെ വിടർന്ന് നിൽക്കുക. അപ്പോൾ തന്നെ നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ല എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു മസ്കാര കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, ഞാൻ താഴേക്ക് അങ്ങനെ എഴുതാറില്ല, മേത്രേ എഴുതുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എഴുതുമ്പോൾ ഒരു പേടിയാണ്, കണ്ണാടി നോക്കാതെ എഴുതാനും സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ക്യാമറ, നമ്മുടെ ഫോൺ ക്യാമറ വഴി നോക്കി തന്നെയാണ് ഇത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ പിന്നെ ഈ ഒരു മസ്കാര മാഴ്സിൻ്റെതാണ്, അടിപൊളിയാണ്. എല്ലാവരുടെ കയ്യിലും ഇതേപോലൊരു മസ്കാര ഉള്ളത് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് മാഴ്സിൻ്റെ ഈ ഒരു മസ്കാര അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. മീഷോന്ന് വാങ്ങിച്ച നെറ്റ് സാരിയാണ് കേട്ടോ, വൈറ്റ് നെറ്റ് സാരിയാണ്. ഓക്കെ, നല്ലൊരു റെഡ് കളർ ബ്ലൗസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഏകദേശം മെറൂൺ റെഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഇതിനിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫുള്ളുക്ക് കാണിക്കാം. അപ്പം അതിന് മുമ്പ് കുറച്ച് മേക്കപ്പ് കൂടെ ബാക്കിയുണ്ട്. വള ഇടാനുണ്ട്, കമ്മലിടാനുണ്ട്, മുടി ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു പൊട്ട് തൊടാം അല്ലേ. ഓക്കെ, ഞാനിവിടെ ഒരു ചോപ്പ് പൊട്ട് എടുത്ത് വെച്ചായിരുന്നു. ഓക്കെ, എടുത്തത് അപ്പോൾ ഒരു ചോപ്പ് കുഞ്ഞി പൊട്ടാണ് കേട്ടോ ഞാൻ തൊട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ പൊട്ട് തൊട്ടു. ഇനി കമ്മലൊന്ന് മാറ്റാനുണ്ട്. ഞാൻ അടുത്തത് കമ്മലൊന്ന് മാറ്റുവാണ്. ഓക്കെ, കമ്മൽ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മുത്തിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ. ഒരു കമ്മൽ ഇതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ. മീഷോന്ന് വാങ്ങിച്ച മാലയോടൊപ്പം കിട്ടിയ കമ്മലാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ മാല വന്നിട്ട് ഈ ഒരു മാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം മാച്ചാണെന്ന് തോന്നിയിട്ട് ഞാൻ ഈ ഒരു മാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. ഓക്കെ, അപ്പം ഞാനിത് മാറ്റിയിട്ട് ഈ ഒരു മാലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മാല ഇട്ടു. ഓക്കെ, ഓക്കെ മാല ഇട്ടു. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലൊന്ന് ചെയ്യണം. അതേപോലെ വളയും കൂടെ ഇടാനുണ്ട് കേട്ടോ. വളയും ഞാനിവിടെ ഓൾറെഡി എടുത്ത് വെച്ചതാണതാ. ഇനി വളയാണ് കേട്ടോ. വള ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട്, കുപ്പിവള. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കുപ്പിവള ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ള് എടുത്ത് വെച്ചായിരുന്നു ഇന്നലെ രാത്രി കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇനി ഞാൻ ഹെയർ സ്റ്റൈലൊന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഇവിടെ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ടിക്കി കുത്തി കൊടുത്താണ് ഈ സൈഡ് ഞാനിങ്ങനെ അഴിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ലുക്ക് എന്ന് പറയാനായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ്. ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.